നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന കാലമാണല്ലോ. എന്നാൽ ചൈനയിൽ നിന്നും ടിബേറ്റിൽ നിന്നുമടക്കം ഏഷ്യയുടെ നാനാ ഭാഗത്തു നിന്നും വിദേശ വിദ്യാർത്ഥികൾ ഭാരതത്തിലെ നളന്ദ സർവകലാശാലയിൽ വന്ന് പഠിക്കുമ്പോൾ ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും പഴക്കം ചേർന്ന പല വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളും കാലിമിഞ്ഞു നടക്കുന്ന വെറും പറമ്പുകൾ മാത്രമായിരുന്നു. അത്രയും പഴക്കമുണ്ട് നമ്മുടെ ഈ ഗുരുകുല സമ്പ്രദായത്തിന്. ഓൾ ഇന്ത്യ റൈഡിലെ എന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബീഹാറിലെ നളന്ദ പ്രാചീന സർവകലാശാല. ഭാരതത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന 5-6 സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഭാഗമായ മഗധയിൽ ഈ ഒരു ബുദ്ധ മഹാവിഹാരം ഉണ്ടായിരുന്നത്. ഫിലോസഫി, വേദതന്ത്രങ്ങൾ, ആയുർവേദം, ആസ്ട്രോണമി, ആൽക്കമി, മാത്തമാറ്റിക്സ് തുടങ്ങി ധാരാളം സബ്ജക്റ്റുകൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. പല നിലകളിലായി ഇവിടെ ഉണ്ടായിരുന്ന മഹാലൈബ്രറിയിൽ ഏകദേശം 1 കോടിയോളം ലേഖനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. തുർക്കിയിൽ നിന്നുമുള്ള മുസ്ലിം ഇൻവേഡേഴ്സിന്റെ നിരന്തരമായ ആക്രമണത്തിലൂടെയാണ് ഏകദേശം 750 കൊല്ലം നീണ്ടുനിന്ന ഈ ഒരു മഹാവിഹാരത്തിന്റെ പതനം സംഭവിക്കുന്നത്. ബുദ്ധമതത്തെയും അവരുടെ അറിവുകളെയും നാമാവശേഷമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഖിൽജി പടയാളികൾ ഇവിടുത്തെ അന്തേവാസികളെയും ലൈബ്രറിയെയും അഗ്നിക്കിരയാക്കിയപ്പോൾ അത് അണയാൻ വേണ്ടി മാസങ്ങളോളം എടുത്തു എന്ന് പറയപ്പെടുന്നു. പിന്നീട് നൂറ്റാണ്ടുകളോളം മണ്ണടിഞ്ഞ് മറന്നു പോകപ്പെട്ട ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അവശിഷ്ടങ്ങൾ 1800s തുടക്കത്തിൽ ബ്രിട്ടീഷുകാരാണ് എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. ഇവിടുന്ന് ലഭിച്ച പ്രതിമകളടക്കമുള്ള പല പുരാതന വസ്തുക്കളും ഇതിന്റെ മുന്നിലായിട്ടുള്ള നളന്ദ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.